ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എന്നൊക്കെ പറയാം, അതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കറ്റാർ വാഴ. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് കറ്റാർ വാഴ. വിറ്റാമിനുകളും അമിനോ ആസിഡ്, ഇരുമ്പ്, കാൽസ്യം, സിങ്ക് എന്നീ തുടങ്ങിയവ കുറേ കറ്റാർ വാഴയിൽ അടങ്ങിയിട്ടുണ്ട്. താരം പോവാനും മുടി കൊഴിച്ചിലിനും മുടി നല്ല മോയ്സ്ചറൈസ്ഡായിട്ട് നിൽക്കാനൊക്കെ കറ്റാർ വാഴ നല്ലതാണ്. അടുത്തത് നമുക്ക് തുളസിയാണ് എടുക്കേണ്ടത്. തുളസി നമുക്കറിയാം, പ്രകൃതിയിലെ അമൂല്യമായ ഔഷധങ്ങളിലൊന്നാണ് തുളസി. മുടി വളരാൻ ഇത് നല്ലോണം സഹായിക്കുന്നുണ്ട്. താരന് കാരണമാകുന്ന ഫംഗസുകളെ നശിപ്പിക്കാനും മുടി തിളക്കവും മൃദുത്വവും കൂട്ടാനൊക്കെ തുളസി നമ്മൾ നല്ല പോലെ ഹെയറിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അകാലനര വരാതിരിക്കാൻ തുളസി നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കറിവേപ്പില. കറിവേപ്പിലയും നമുക്കറിയാം, തലയോട്ടീൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് കറിവേപ്പില നല്ലപോലെ സഹായിക്കുന്നുണ്ട്. അതേപോലെ കറ്റാർ വാഴയ്ക്ക് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. കഞ്ഞിവെള്ളം നല്ല ഫ്രഷ് കഞ്ഞിവെള്ളമാണ്, തലേന്നത്തെ അല്ല, ഇപ്പോൾ ഉണ്ടാക്കിയ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. മുടിക്ക് പോഷണവും ഗുണനിലവാരവും നൽകുന്നതിന് കഞ്ഞിവെള്ളം മികച്ചതാണ്. കഞ്ഞിവെള്ളത്തിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്തുകയും ബലം ഉണ്ടാക്കുകയും എല്ലാം കഞ്ഞിവെള്ളത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ മുടി നല്ലപോലെ തിളങ്ങാനും മിനുസപ്പെടാനും അതുപോലെ എന്താ പറയുക, നല്ല മുടി വളർച്ചയ്ക്കൊക്കെ കഞ്ഞിവെള്ളം നല്ലതാണ്. അടുത്ത ചായപ്പൊടിയാണ് ഞാൻ ഇട്ടത്. ചായപ്പൊടി ഒരു 1-2 സ്പൂൺ ഇട്ടാൽ മതി. ചായപ്പൊടി നല്ല മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ്. മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ചായപ്പൊടി നല്ലപോലെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ കുറുക്കി തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഈ കറ്റാർ വാഴയും തുളസിയും അതുപോലെ കറിവേപ്പിലയൊക്കെ അതിൻ്റെയൊക്കെ സത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി കിട്ടണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചിട്ട് വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ തലയോട്ടിയിലും തലക്കും മുടിക്കൊക്കെ നല്ലപോലെ പുരട്ടിയെടുക്കാം. നോർമലി ഒരു 20 മിനിറ്റ് വരെ വെച്ചാൽ മതി. പക്ഷേ തണുപ്പൊക്കെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയണം. ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് അപ്പം തന്നെ ഒഴിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അധികം വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കയ്യിലാക്കിയിട്ട് മുടിക്ക് യൂസ് ചെയ്താലും മതി. ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് മുടി പൊരിയുന്നുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാനും താല്പര്യപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.